Bismillahirrahmanirrahim. Alhamdulillah rabbil alamin. Wassalatu wassalamu ala asyrafil anbiya'i wal mursalin. Nabiyyina Muhammadin wa ala alihi wa ashabihi ajma'in. Amma ba'd. Surah Zumariyah 39-40 ആയത്തുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സമയം വൈകിയതുകൊണ്ട് ഞാൻ നമ്മുടെ സാധാരണ കേൾപ്പിക്കുന്ന 15 ആയത്തുകൾ കേൾപ്പിക്കുന്നില്ല. നമ്മൾ പഠിക്കുന്ന ആയത്ത് മാത്രം ഒന്ന് ആവർത്തിച്ച് ഒന്നുകൂടെ നമ്മള് 39-ാമത്തെ ആയത്തിന്റെ അർത്ഥമാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അതിന്റെ തദബ്ബുറാണ് ഇപ്പൊ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ 39-ാമത്തെ ആയത്ത് എന്താ അർത്ഥം? അല്ലയോ ജനങ്ങളെ. കൗമി എന്ന് പറഞ്ഞാൽ കൗമി എന്നാണ്. യാ കൗമി എന്ന് പറഞ്ഞാല് യാ കൗമി എന്നാണ്. അല്ലയോ എന്റെ ജനങ്ങളെ, നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക. യഅമൽ എന്നതിന്റെ ബഹുവചനമാണ് യഅമലു. അമില യഅമലു യഅമൽ യഅമലു നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അമില അല എന്നതൊരു പ്രയോഗമാണ്. അമില അല എന്ന്, അതാണ് യഅമലു അല എന്ന് പറഞ്ഞത്. മക്കാനത്തിക്കും, നിൽക്കുന്ന സ്ഥലം, മക്കാനത്ത് നിലപാട്. മക്കാനത്തിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ നിലപാടനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങൾ പ്രവർത്തിക്കുക. അലാ മക്കാനത്തിക്കും, നിങ്ങളുടെ നിലപാട് മക്കാനത്തനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. ഇന്നി ആമിലുൻ, ഇന്നി തീർച്ചയായും ഞാൻ. ആമിലുൻ, അമില എന്നതിന് ഇസ്മു ഫായിലാണ് ആമിലുൻ. ക്ലാസ് നമ്മൾ പോലെ എഴുതിയതാണ്. ആമിലുൻ പ്രവർത്തിക്കുന്നവൻ. ഇന്നി ആമിലുൻ, തീർച്ചയായും ഞാൻ പ്രവർത്തിക്കുന്നവനാണ്. നിങ്ങൾ നിങ്ങളുടെ നിലപാടനുസരിച്ച് പ്രവർത്തിക്കുക. തീർച്ചയായും ഞാനും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഫസൗഫ തഅലമൂൻ, വഴിയെ, ശേഷം, അപ്പോൾ എന്നൊക്കെ അർത്ഥം പറയാം. സൗഫ എന്ന് പറഞ്ഞാൽ സൗഫ ഒരേ വാക്ക്. അപ്പോൾ, ശേഷം, വഴിയെ നിങ്ങൾ, തഅലമൂൻ നിങ്ങൾ മനസ്സിലാക്കും. അലിമ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക. അമില എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചു. അമില അമല്, അലിമ ഇൽമൻ. അലിമ പ്രവർത്തിച്ചു, അമില പ്രവർത്തിച്ചു, അലിമ മനസ്സിലാക്കി. അപ്പൊ യഅലമു എന്ന് പറഞ്ഞാല് മനസ്സിലാക്കുന്നു, തഅലമു നീ മനസ്സിലാക്കുന്നു, യഅലമൂന അവർ മനസ്സിലാക്കുന്നു, തഅലമൂന നിങ്ങൾ. അപ്പൊ ഫസൗഫ തഅലമൂൻ എന്താ അർത്ഥം കിട്ടുക?
ശേഷം വഴിയെ നിങ്ങൾ മനസ്സിലാക്കുക. ശേഷം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അറിയാം. അപ്പൊ ഇത് നമ്മൾ ഒരുമിച്ച് അർത്ഥം ചെയ്തില്ല ആയത്തിന്റെ അർത്ഥം. അതിനെ നമ്മള് ഒരായം എത്ര ആയത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഇതിന്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് 635. അപ്പൊ ആ 635 ഒരു പിന്നെ വിഷയം എന്താന്ന് വെച്ചാല് ഇതിന്റെ എന്താണ് ഈ പറഞ്ഞ കാര്യം, എന്തവര് മനസ്സിലാക്കിക്കൊള്ളും എന്ന വിഷയം ഒരൊറ്റ ആയത്തിൽ തന്നെ വരുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മള് 135 പറഞ്ഞു. ഒന്ന് മറക്കി 6:135. ഇതേ ആയത്താണ് അവിടെ ആവർത്തിക്കുന്നത്. ഖുൽയാ ഖൗമി അമലു അലാ മകാനതികും ഇന്നി ആമിലുൻ ഫസൗഫ തഅലം. നമ്മൾ പഠിക്കുന്ന ആയത്തില് ഫസൗഫ തഅലം കൊണ്ട് പറഞ്ഞിട്ട് അവസാനിച്ചു. പക്ഷെ അതെന്താണ് എന്ന് അല്ലാഹു തആല ഈ ആയത്തിൽ വിശദീകരിക്കുക. എന്തവരറിയും മൻ, അത് ഒരു കാര്യങ്ങളല്ല കേട്ടോ, 3-4 കാര്യങ്ങൾ അറിയാനുണ്ട്. എന്തൊക്കെയെന്ന് ഞാൻ പറയാം. ഒന്ന്, മൻ തകൂന ലഹു ആഖിബത്തു ദാർ എന്നാണ് പറഞ്ഞത്. ഫസൗഫ ഒറ്റ ആയത്താണ്. ഫസൗഫ തഅലമൂന മൻ തകൂന ലഹു ആഖിബത്തു ദാർ. ലോകത്തിന്റെ പര്യവസാനം ആർക്ക് അനുകൂലമാകുമെന്ന്. ഇന്നഹു ലാ യുഫ്ലിഹു ളാലിമൂൻ. ഒരിക്കലും അക്രമകാരികൾ ഒരിക്കലും വിജയിക്കുകയില്ല. അത് ഒറ്റ ആയത്തിൽ പറഞ്ഞു. ഇനി നമ്മൾ അടുത്തത് സൂറത്ത് ഹൂദിലെ 93. അതാണ് ഇന്ന് നമുക്ക് നോക്കാറുള്ളത്. 2 ആയത്ത് നമുക്ക് പരിശോധിക്കാം. സൂറത്ത് ഹൂദിലെ 93-ാമത്തെ ആയത്ത്, 11-93. ويا قوم اعملوا على مكانتكم إني عامل سوف سوف تعلمون من يأتيه عذاب يخزيه ومن هو كاذب وارتقبوا إني معكم رقيب. രണ്ടാമത്തെ അപ്പൊ ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ വിഷയം കുറെ വിശദമായിട്ട് പറഞ്ഞതാണ്. ഇനി അത് ആവർത്തിക്കണില്ല. ആർക്കാണ് ലോകത്തിന്റെ പര്യവസാനം ആർക്ക് അനുകൂലമായിരിക്കും എന്നത് നമ്മൾ പഠിക്കുക. അപ്പം പിന്നെ ഞാനിപ്പോ നിങ്ങള് ഇന്നിപ്പോ ലാസ്റ്റ് ഇട്ട ഞാൻ ട്രെയിനിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഏതായാലും ലേറ്റ് ആയി. അപ്പൊ ഞാൻ സജീവത്തിന്റെ കുത്തുബ ഇങ്ങനെ കേൾക്കുകയായിരുന്നു. അപ്പൊ ആ കുത്തുബയില് അദ്ദേഹം പറയുന്നുണ്ട്, പിന്നെ ഇലക്ഷൻ കഴിഞ്ഞു. അപ്പൊ ആ ഇലക്ഷന് പിന്നെ കഴിഞ്ഞു, വോട്ടൊക്കെ പെട്ടിയിലായി. ഇനി നമ്മുടെ റിസൾട്ട് കാത്തിരിക്കുകയാണ്. അപ്പൊ വോട്ട് ചെയ്തത് കൊണ്ട് മാത്രം നമുക്ക് പ്രയോജനമില്ല. നമ്മളെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പൊ എന്താ പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥിക്കാൻ വിശ്വാസം പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുനാ. അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുനാ. മുസ്ലിമീങ്ങളെ ഞങ്ങളോട് കാരുണ്യം കാണിക്കാത്ത, ഇസ്ലാമിനോട് ഒരു കരുണയും കാണിക്കാത്ത ആളുകളെ ഞങ്ങളുടെ മേൽ ആധിപത്യം കൊടുക്കല പഠിച്ചോനെ, ഞങ്ങളെ ഭരിക്കുന്നവരാക്കിയവരെ മാറ്റല പഠിച്ചോനെ എന്ന് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുനാ. അപ്പൊ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സമ്പത്ത് നശിപ്പിച്ചു. അപ്പൊ ആ സമൂഹത്തൊക്കെ നശിപ്പിച്ചത് ഏറ്റവും കൂടുതൽ ശിർക്കാണ് കാരണം, അല്ലെ? നമ്മളെ ഈ സുമറിലെ ആയത്തിന് തൊട്ടുമേലുള്ള ആയത്തിന്റെ വിഷയം എന്താ? ഖുൽയാ ഖൗമി അമലു അലാ മകാനതികും ഇന്നി ആമിലു എന്ന് അള്ളാഹ് പറഞ്ഞത് ഏത് വിഷയത്തിന് ശേഷം? അള്ളാഹു പോലെ വെച്ചിട്ടാണ്, അല്ലെ? നേരെ മേലെ അള്ളാഹു ചോദിച്ചത് അലൈസ അല്ലാഹു ബികാഫിൻ. അതിന്റെ വിശദീകരണം ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് കുൽ അറഅയ്തും മാ തദഊന മിൻ ദൂനില്ലാഹ്, ആ വിഷയം ഇങ്ങനെ പറഞ്ഞു വരികയാണ്. എന്നിട്ട് ഈ നമസ്കരി മസ്സനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാത്തു ദുർരിഹി വഅറാദനി ബിറഹ്മത്തിൻ ഹൽ ഹുന്ന മുംസികാത്തു റഹ്മത്തി ഖുൽ ഹസ്ബി അല്ലാഹ്, ഖുൽ ഹസ്ബി അല്ലാഹ്. അതാണ് പറഞ്ഞത്. അപ്പം ഈ ഒരു ആശയം അള്ളാഹു വ്യക്തമായി പറഞ്ഞതിന് ശേഷം ഇങ്ങനൊക്കെ കാര്യകാരണ സഹിതം അള്ളാഹു വിശദീകരിച്ചു തുടങ്ങും. എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലാവില്ല, പിന്നെ നിങ്ങൾ നിങ്ങളുടെ നിലപാട് സ്വീകരിച്ചോളൂ, ഞാനും ചിലത് ചെയ്യും. അത് അള്ളാഹുവിന്റെ വാണിംഗാണ്, താക്കീതാണ്.
ലോകത്ത് ധിക്കാരികളായ പിന്നെ സ്വേച്ഛാധിപതികളായ പലരെയും അള്ളാഹുത്തൽ എന്താക്കിയിട്ടുണ്ട്, നശിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹ്ക്ക് അതിനൊരു പ്രയാസമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടും നിങ്ങൾക്ക് സ്വീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ നിലപാടെടുക്കുക, ഞാൻ എന്റെ നിലപാടെടുക്കും. അതാണ്. അപ്പൊ ഒന്ന് ശിർക്ക ആ പറഞ്ഞ വിഷയം. അപ്പം ഒരിക്കലും തന്നെ അവിടെ എന്ന് പറഞ്ഞാല് ആ ലാലിമൂൻ മുഷീഖുന്നാണ്, ആ ഉൽമ ശിർക്കാണ്. അള്ളാഹ് പറഞ്ഞ ശിർക്ക് ഒരിക്കലും എന്താവൂല, വിജയിക്കൂല എന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. അതടക്കമുള്ള ഒരു അക്രമങ്ങളും വിജയിക്കൂല. പര്യവസാനം ആർക്ക് അനുകൂലമായിരിക്കും? അള്ളാഹുവിന്റെ മാർഗത്തിൽ നിൽക്കുന്നവർക്കായിരിക്കും അള്ളാഹു അനുകൂലമാക്കി മാറ്റാം. ഇനി അടുത്തത് രണ്ടാമത്തെ കാര്യം, ഇനി പല സമൂഹങ്ങളെയും അള്ളാഹ് പല കാരണങ്ങൾ കൊണ്ട് നശിപ്പിച്ചു. ഈ ആയത്ത് ഇപ്പൊ നമ്മൾ മറച്ചു വെച്ച ഹൂദിലെ ആയത്ത് പ്രത്യേകിച്ച് ചെന്നൈക്കാർ നല്ലോണം പഠിക്കേണ്ട ഒരു ആയത്താണ്. കാരണം കച്ചവടക്കാർക്കുള്ളതാണ്, ബിസിനസ്സുകാർക്കുള്ളതാണ്. ബിസിനസ്സുകാർക്കുള്ളതെന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തില്ല ഞാൻ പറഞ്ഞേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. അവര് കച്ചവടക്കാർക്കുള്ളതെന്നൊക്കെ വലുപ്പം കുറ്റപ്പെടുത്തിയാണ് വിചാരിക്കുന്നത്. ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തിലൂടെ അള്ളാഹു തആല പറഞ്ഞ ചില കാര്യങ്ങളാണ് ഈ ആയത്ത്. നേരത്തെ പറഞ്ഞ മൊത്തത്തിൽ ശിർക്കാണ്. അപ്പൊ നിങ്ങൾ എവിടുന്ന വായിക്കേണ്ടതെന്ന് പറഞ്ഞാല് പിന്നെ 84-ാമത്തെ ആയത്ത് വരുന്നത് പെട്ടെന്ന് വായിച്ചു പോകും. തദബ്ബുറാണ്. എന്താ പറയാ, ഇത് ഒരുപാട് ആശ്വാസം നമുക്ക് നൽകുന്ന കാര്യമാണ്. കാരണം എന്താണ്, നമ്മൾ ഇതിന് മുമ്പ് ഒരു ബിസിനസ് മീറ്റ് നടത്തിയിരുന്നു, ഓർമ്മ ഉണ്ടാകുന്നത് മറന്നിട്ടില്ലല്ലോ. അന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഹലാലായ സമ്പാദ്യങ്ങൾ ഏറ്റവും നമ്പർ 1 സമ്പാദ്യം എന്താണ്? ബിസിനസ്സാണ്, കച്ചവടത്തിലൂടെയുള്ള സമ്പാദ്യം തന്നെയാണ്. അതിനെക്കുറിച്ച് അള്ളാഹു തആല പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞതനുസരിച്ച് നിയമങ്ങൾ പാലിച്ച് കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരുപാട് ഹൈറുകളുണ്ട്. ആ ഹൈറുകളെ കുറിച്ചൊക്കെ അള്ളാഹ് പറയാം. ഞാൻ വിശദീകരിക്കേണ്ട ആയത് മാത്രം വായിച്ചു പോകാം. 84 ശ്രദ്ധിക്കാം, കയ്യച്ചോളൂ. നമ്മൾ പഠിക്കുന്ന ആയത്തിന്റെ കുയ്യാ കൗമി അമലു വലാ മക്കാനത്തിക്കും ഇനി ആമിനും ഫസൂഫ തഅലമൂൻ എന്ന ആയത്തിന്റെ വിശദീകരണമാണ് നമ്മൾ ഈ പഠിക്കുന്നത്. വയാ മദിയന അഹാഹും ശുഐബ, ശുഐബ് നബി അവരുടെ സഹോദരൻ ശുഐബ് നബിയെ നാം മദിയൻ ഗ്രാമത്തിലേക്ക് നിയോഗിച്ചു. ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി യഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ, അർത്ഥമില്ല, അല്ലാഹനെ മാത്രം ആരാധിക്കുക, നിങ്ങൾക്ക് അല്ലാഹനെ കൂടാതെ ഇലാഹ് വേണ്ട. വലാ തൻഖുസുൽ മിക്യാല വൽ മീസാന, നിങ്ങൾ അളവിലും തൂക്കത്തിലും നിങ്ങൾ കുറവ് വരുത്തരുത്. അപ്പൊ അവർക്ക് ഉണ്ടായിരുന്ന വിഷയം അതാണ്. അന്ന് ശുഐബ് നബിന്റെ ജനതക്ക് ഉണ്ടായിരുന്ന ഷിർക്കിന് പുറമെയുള്ള രണ്ടാമത്തെ തെറ്റതാണ്. ലൂത്ത് നബിയുടെ സമൂഹത്തിൽ ഷിർക്കിന് പുറമെ ഉണ്ടായിരുന്ന രണ്ടാമത്തെ തെറ്റ് സ്വർഗ്ഗരതിയായിരുന്നു. ഓരോന്നിനും ഓരോന്നാണ്. അപ്പൊ ശുഐബ് നബിയുടെ ജനത അതാണ്. അപ്പൊ അള്ളാഹ് റസൂലുള്ള ശുഐബ് നബിയുടെ അള്ളാഹുത്തിൽ ആദ്യം തൗഹീദ് പറയാൻ പറഞ്ഞു. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. കാരണം തൗഹീദ് അള്ളാഹിന്റെ കച്ചവടം ഹലാലാവുള്ളൂ. ഈ വലിപ്പിൽ തകിടും ഏലസും കൊടുന്നിടുക, മേലെ മറ്റേ ബദിരിങ്ങളെയും മറ്റൊരു അജ്മീറിന്റെ കൗണ്ടറിന്റെ ഒക്കെ ജാറങ്ങളൊക്കെ ഫോട്ടോ കൗണ്ടറിന്റെ ബാക്കിൽ വെക്കുക, ഇങ്ങനെ കുറെ ഏർപ്പാടുണ്ട്. ഇതൊന്നും ഞാൻ കച്ചവടത്തിന് എത്ര ലാഭം ഉണ്ടെങ്കിലും അതെന്തല്ല, അത് ഹലാലല്ല. അപ്പൊ ഒന്നാമതായി അള്ളാഹു തൗഹീദ് പറഞ്ഞു. കാരണം ഇതൊക്കെ ഈ അള്ളാഹിന്റെ നിയന്ത്രണമാണ്, ഇതിന്റെ ഒക്കെ പിന്നിലുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കി വെക്കണം. എന്നിട്ട് പറഞ്ഞു, ഇനി അങ്ങനെ തൗഹീദ് ഉൾക്കൊണ്ട ഒരാള്, തൗഹീദ് ഇല്ലാത്ത ഒരാൾ ഇനിയിപ്പം എത്ര കച്ചവടത്തിൽ സൂക്ഷ്മത വായിക്കുന്ന കാര്യമൊന്നുമില്ല. കാരണം അത് ശിർക്കിൽ അധിഷ്ഠിതമാണ്, അത് ഹലാലാണ്. എന്നാൽ തൗഹീദുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ കച്ചവടം അയാൾക്ക് ഏറ്റവും നല്ലതാക്കി മാറ്റാൻ പറ്റും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അധികം ചെയ്യരുത്, കുറവ് വരുത്തരുത്. ഇന്നി അറാഖും ബിഖൈർ, വല്ലാത്തൊരു വാക്കാണ്, കച്ചവടക്കാരുടെ പറഞ്ഞേക്കാം. ഇന്നി അറാഖും ബിഖൈർ, തീർച്ചയായും ഞാൻ നിങ്ങളെ കാണുന്നത് ഏറ്റവും നല്ല ഹൈറായ മാർഗത്തിലാണ്. ഇന്നി അറാഖും, നിങ്ങൾക്ക് ക്ഷേമമാണ് ഞാൻ കാണുന്നത്. ഇന്നി അറാഖും, കച്ചവടക്കാരോടാണ്, നിങ്ങളെ ഞാൻ കാണുന്നു ബിഖൈർ, ഏറ്റവും ഹൈറായ ഒരു കച്ചവടമാണ് ചെയ്യുന്നത്, ഏറ്റവും ഹൈറായ ഒരു വരുമാന മാർഗമാണ്, ഏറ്റവും ഹൈറായ ഒരു മൈഷത്തിന്റെ മാർഗമാണ് എന്ത്? കച്ചവടം. ഇന്നി അറാഖും ബിഖൈർ. അതുകൊണ്ട് നിങ്ങളെ വലയം ചെയ്യുന്ന ഒരു ദിവസത്തെ ശിക്ഷയെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭയപ്പെടുകയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നല്ലോണം കച്ചവടം നടത്തണം. നിങ്ങൾ ഏറ്റവും ഹൈറായ ഒരു മാർഗത്തിലാണ് നിങ്ങൾ ഉള്ളത്. അതിനെന്താക്കരുത്, ഷറാക്കി മാറ്റരുത്. എന്നിട്ട് പറഞ്ഞു, വയാ ഖൗമി, എന്റെ ജനങ്ങളെ, ഔഫുൽ മിഖ്യാല വൽ മീസാന, നിങ്ങൾ അളവും തൂക്കവും നിങ്ങൾ എന്ത് ചെയ്യണം? ബിൽ ഖിസ്തി, നീതിപൂർവ്വം നിങ്ങൾ അളവും തൂക്കവും പൂർത്തിയാക്കിയിട്ട് ചെയ്യണം. അത് ഒരിക്കലും അനീതി കാണിക്കരുത്. അവിടെ മേലെ നീതി പറയാതെ
അളവിലും തൂക്കത്തിലും കുറവ് വരുത്തരുന്ന പറഞ്ഞത് അല്ലെ. ഇവിടെ അള്ളാഹു പറയുന്നത് നിങ്ങൾ പൂർത്തിയാക്കണം എന്നാ പറഞ്ഞത്. ഇതൊക്കെ തദബൂറിന്റെ ഭാഗാട്ടോ. മേലെ പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരിക്കലും അത് കുറയ്ക്കരുതെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? കുറയ്ക്കരുത്. ഇവിടെ പറഞ്ഞ എന്താണ്? പൂർത്തിയാക്കണം. രണ്ടും ഒന്ന് തന്നെയല്ലേ? അല്ല, ചില വ്യത്യാസങ്ങളുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ബിൽ കിസ്താണ് പറഞ്ഞത്. ആ കിസ്ത് എന്ന് പറയുമ്പോൾ, നീതിപൂർവ്വം എന്ന് പറയുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോഴൊക്കെ, അതായത് അവനാന്റെ ആൾക്കാർക്ക് കൊടുക്കുമ്പോഴും അവനാന്റെ ആൾക്കാർക്ക് ചെയ്യുമ്പോഴൊക്കെ എന്ത് ചെയ്യും? അത് പൂർത്തിയായിട്ട് കൊടുക്കും, പൂർണ്ണമായിട്ട് ചെയ്യും. അതുപോലെ തന്നെ സൂറത്തുൽ മുത്തഫിഫീനിൽ പറഞ്ഞ പോലെ ഇങ്ങോട്ട് വാങ്ങുമ്പോൾ എന്ത് ചെയ്യും? പൂർത്തിയാക്കിയിട്ട് വാങ്ങും. അങ്ങോട്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? കുറവ് വരുത്തും. ഇതൊക്കെ അപ്പൊ അതുകൊണ്ട് നീതി എന്താക്കണം? നിങ്ങൾക്ക് ഒരാൾ ഇങ്ങോട്ട് കുറവ് വരുത്തരുത് നിങ്ങൾ ആഗ്രഹിക്കണ്ടേ അല്ലെ? അതുപോലെ തന്നെ നിങ്ങൾ ആളുകൾക്ക് കൊടുക്കുമ്പോൾ പൂർത്തിയാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെയാണ് ആർക്ക് ബാക്കിയുള്ള പുറമക്കാർക്ക് കൊടുക്കുമ്പോഴും. അതാണ് ഇതിൽ നമ്മുടെ വ്യത്യാസം. നീതിപൂർവ്വം നിങ്ങൾ അത് പൂർണ്ണമാക്കുന്നത് എല്ലാവരോടും ഒരേപോലെ ആവണം. അപ്പോഴേ നീതിയാവുള്ളൂ. ഇങ്ങോട്ട് വാങ്ങുന്ന കൊടുക്കുമ്പോഴും കൊടുക്കുന്ന ആൾക്കാർ നിങ്ങളെ തരം നോക്കി കൊടുക്കരുത്. ഓരെ നമ്മളൊരാളാണ്, അപ്പൊ ഓരെ നമുക്ക് പറ്റിക്കാൻ പറ്റൂല ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടല്ലോ കാഴ്ചപ്പാട്. അത് പറ്റൂല എന്നർത്ഥം. അവനാന്റെ ആളാണ്, അവനാന്റെ ആൾക്കാരാണെന്ന് വിചാരിച്ചാൽ എല്ലാവരോടും ഒരേപോലെ ആയിരിക്കണം. നമ്മളെ കസ്റ്റമേഴ്സ് അത് ആരാണെങ്കിലും അത് നമുക്ക് പൂർത്തിയാക്കി കൊടുക്കേണ്ട വിഭാഗം അതെല്ലാത്ത വിഭാഗം ഉണ്ടാവാൻ പാടില്ല. എല്ലാവരും ഒരേപോലെയാണ്. എല്ലാവർക്കും ഒരേ നീതി നിങ്ങൾ നടപ്പിലാക്കണം. പിന്നെ നിങ്ങൾ ജനങ്ങൾക്ക് അവരുടെ സാധനങ്ങളിൽ നിങ്ങൾ കമ്മി വരുത്താതിരിക്കുക. അഷിയ എന്ന് പറഞ്ഞ ചരക്കുകളാണ്. അവിടെ അഷിയ എന്ന് പറഞ്ഞാൽ എന്താണോ വിൽപ്പന ചരക്ക്, എന്താണോ നിങ്ങൾ കച്ചവടം ചെയ്യുന്നത്. ഒരാൾ അരി കച്ചവടമായിരിക്കും, ഒരാൾ ഹോട്ടലായിരിക്കും, ഒരാൾ സിമന്റ് കച്ചവടക്കാരനായിരിക്കും, ഒരാൾ കമ്പി കച്ചവടക്കാരനായിരിക്കും. എന്താണെങ്കിലും അഷിയ എന്ന് പറഞ്ഞാൽ എന്താണോ ബിസിനസിന്റെ അതിലേക്ക് നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള നിങ്ങളുടെ വസ്തു എന്താണോ, കച്ചവട ചരക്ക് എന്താണോ അഷിയ, അത് നിങ്ങൾ ഒരിക്കലും നിങ്ങളത് ജനങ്ങളുടെ നിങ്ങൾ കുറവ് വരുത്തരുത്. നാശകാരികളായിക്കൊണ്ട് നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കി എന്ന് അല്ലാഹു തആല പ്രവാചകൻ മുഖേന അവരെ അറിയിക്കുകയാണ്. എന്നിട്ട് ഇനി പറയുന്നൊരു വാക്ക് വലിയൊരു ഒരു വിഷയമാണ്. ബഖിയ്യത്തുല്ലാഹി ഖൈറുൽ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ അള്ളാഹു ബാക്കിയാക്കി തരുന്നതാണ് നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളത്. ഇത് കുത്തിവെക്കേണ്ടതാണ്. ബഖിയ്യത്തുല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് ബാക്കിയാക്കി തരും. അതാണ് ലാഭം. നിങ്ങൾ മുടക്കുന്ന വസ്തു ഉണ്ടല്ലോ, നിങ്ങൾ എന്താണോ നിങ്ങൾ കച്ചവടം ചെയ്യുന്നത് അതിൽ നിങ്ങൾക്ക് ലാഭമായിട്ട് തരുന്നത് ബഖിയ്യത്തുല്ലാഹ് എന്നാണ് ലാഭമാണ്. ബഖിയ്യത്തുല്ലാഹി ഖൈറുൽ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളി, അള്ളാഹു എന്താണ് നിങ്ങൾക്ക് ബാക്കിയാക്കി തരുന്നത് അതാണ് നിങ്ങൾക്ക് ഖൈർ, ലാഭമാണ്. ഒരിക്കലും പലിശ പാടില്ല. കച്ചവടത്തിൽ പലിശ കൂടി കലരാൻ പാടില്ല. അത് വളരെ അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലിശ വരുന്ന ഏത് കച്ചവടവും ഹറാമാണ്. കാരണം എന്താണ്? അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. അഹല്ലല്ലാഹുൽ ബൈഅ, അല്ലാഹു കച്ചവടം അനുവദിച്ചത് തന്നെ എന്തിനാണ്? പലിശ ഹറാമാക്കാൻ. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ ഒറ്റ ആയത്താണ്. കച്ചവടം നിങ്ങൾക്ക് അനുവദിച്ചു തന്നു, ഹലാലാക്കി തന്നു, എന്നാൽ പലിശ നിങ്ങൾക്ക് ഹറാമാക്കി. അപ്പൊ നല്ലോണം കച്ചവടം ചെയ്യുക, നല്ല കച്ചവടം ചെയ്യുക, നല്ല കച്ചവടം ചെയ്യുക, നല്ല താല്പര്യം ഉണ്ടാവുക, സജീവമാകുക, മടി അലസത ഇല്ലാതിരിക്കുക, കച്ചവടത്തിൽ അശ്രദ്ധ ഇല്ലാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. ആരെങ്കിലും ഇനി കൂട്ടുകച്ചവടമാണെങ്കിൽ പാർട്ടിമാരുണ്ടെങ്കിൽ ഞാൻ പോയില്ലേ, ഞാൻ പോട്ടെ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കുക. സ്വന്തം കച്ചവടം പോലെ തന്നെ എല്ലാവരും ഒരു ആത്മാർത്ഥത കാണിക്കുക. എന്നിട്ട് പരമാവധി കച്ചവടം നടക്കണം, സെയിൽ നടക്കണം നന്നായിട്ട്. എന്നിട്ട് അതിന്റെ ലാഭം, കച്ചവടം എത്ര നടക്കുന്നുവോ അതിനനുസരിച്ച് എന്ത് കിട്ടും? ലാഭം കിട്ടും. ആ ലാഭമാണ് നിങ്ങൾക്ക്, ആ ലാഭം നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അത്രയും നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അമിതമായ ലാഭം എന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്, കൊള്ളലാഭം എന്ന അർത്ഥത്തിലല്ല, മറിച്ച് നിങ്ങൾക്ക് ലാഭം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഓരോന്നിലും ഒരു 10 കച്ചവടം 20 കച്ചവടമായി, ആ 20 കച്ചവടത്തിൽ ലാഭം കിട്ടുന്നു. അതൊക്കെ നിങ്ങൾക്ക് ഹൈറാണ്, അള്ളാഹു തരുന്ന ഹൈറാണ്. എന്താണോ ബാക്കിയാക്കി തരുന്നത് അതാണ് ഹൈർ. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ചൂഷണം ചെയ്യരുത്, ആൾക്കാരെ പറ്റിക്കരുത്, കുറവ് വരുത്തരുത്. നിങ്ങൾ മാന്യമായി കച്ചവടം ചെയ്യുക. ആ കച്ചവടത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം, ആ ലാഭങ്ങൾ 1 കച്ചവടം 2 കച്ചവടം 3 കച്ചവടം അങ്ങനെ വർദ്ധിപ്പിച്ചോളൂ. അതിലേക്കൊക്കെ നിങ്ങൾക്ക് ലാഭം കിട്ടും.
ആ ലാഭമാണ് നിങ്ങൾക്ക് ഹൈറായിട്ടുള്ള കാര്യം. ഞാൻ നിങ്ങളുടെ മേൽ ഒരു കാവൽക്കാരനൊന്നുമല്ല എന്ന് പറഞ്ഞാല്, ഞാൻ നിങ്ങളെ കച്ചവടക്കാരെ കച്ചവടം ചെയ്യാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥന്മാരും ഓഫീസർമാരൊക്കെ വരുമല്ലോ, അങ്ങനെ ഒരു ഓഫീസറൊന്നുമല്ല. ആര് അല്ല, ഇവിടെ നബിനോടാ പറഞ്ഞത്. ഇവിടെ ആരാണ്? ഷുഐബ് നബിയാണ്. ഷുഐബ് നബി എന്തല്ല, ഒരു പിന്നെ കച്ചവടത്തിന്റെ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ പിടിക്കണ ഒരു ഉദ്യോഗസ്ഥരൊന്നല്ല. അതാണ് അലൈക്കും ബി ഹഫീദ്. കാരണം നിങ്ങളെ കച്ചവടങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ അതിൽ എന്താണ് ഹലാൽ എന്താണ് ഹറാം നിങ്ങൾക്ക് അറിയാം. അത് നിങ്ങൾ ചെയ്യണം. ആരും പറ്റിക്കൽ ചൂഷണം ചെയ്യരുത്. ജനങ്ങളെ മുതലുകളെ കുറച്ചു കൊടുക്കരുത്. നിങ്ങളെ ഓരോ കച്ചവട സ്ഥാപനത്തിനും വന്നിട്ട് ഞാൻ കണക്കെടുക്കാനൊന്നും ഞാൻ വരില്ല. നിങ്ങൾ കണക്ക് ആരോട് പറയണം? അതോട് പറയും. കാലു അവര് ചോദിച്ചു, യാ ഷുഐബ് അസലാത്തുക തഅമുറുക അൻ നത്റുക മാ യഅബുദു ആബാഉന ഔ അൻ നഫഅല ഫി അംവാലിന മാ നശാ. ഞങ്ങളെ മുതല് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി ഞങ്ങൾ ചെയ്യാം. എങ്ങനെ? അൻ നഫഅല ഫി അംവാലിന മാ നശാ. അവരെ മറുപടിയാണ്, ഞങ്ങളെ മുതല് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ കച്ചവടം ചെയ്യാനും ഞങ്ങളെ വാപ്പാരെ ആരാധിച്ച വസ്തുക്കളെ ആരാധിക്കാതിരിക്കാനും നീ ഞങ്ങളോട് കൽപ്പിക്കുകയാണ്. നീ കൽപ്പിക്കുന്നത് നിന്റെ നിസ്കാരത്തിന്റെ കൽപ്പനയൊക്കെയാണോ ഇതിന് തടസ്സം ചോദിക്കുന്നത്? ആ സ്വലാത്തുക്കത്തെ ഉമ്മുറുക്ക, നീ കൽപ്പിക്കുന്ന നിസ്കാരമാണോ എന്ന് പറഞ്ഞാൽ ആ ഷുഐബ് നബിയുടെ നിസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ നിസ്കാരം പോലെ നിസ്കാരമല്ല. നിസ്കാരങ്ങളിൽ ഓരോ പ്രവാചകന്മാർക്കും നിസ്കാരങ്ങളുണ്ട്. ആ നിസ്കാരത്തിന്റെ രൂപത്തിനും പോലത്തിനൊക്കെ മാറ്റമുണ്ട്. ഇപ്പൊ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും ഔസാനി ബിസ്വലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ. അവിടെ ആ നിസ്കാരം സക്കാത്തൊക്കെ നമ്മൾ പറഞ്ഞ പോലെ അതാവണമെന്നില്ല. അതിനൊക്കെ രൂപത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ പിന്നെ മറിയം ബീവിയോട് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞ നിസ്കാരം, റുക്കൂ സുജൂദും പറഞ്ഞത്, അങ്ങനെ ഓരോന്നുണ്ട്. അപ്പൊ ഇവിടെ ഷുഐബിനോട് പറയാം, നിന്റെ ഈ നിസ്കാരം കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി ഞങ്ങളെ സ്വത്തും മുതലും ഉപയോഗപ്പെടുത്താനും ഞങ്ങളെ മാതാപിതാക്കൾ ആരാധിച്ചൊന്നിനെ ആരാധിക്കാനൊക്കെ ഞങ്ങൾക്ക് തടസ്സം ഇതാകാം. ഇന്നക അൻതൽ ഹലീമുർ റഷീദ്, തീർച്ചയായും നീ സഹനശീലനും വിവേകശാലിയും ഒക്കെ അല്ലേ എന്ന് പറഞ്ഞാൽ നീയും നമ്മളെ കൂട്ടത്തിലൊക്കെ തന്നെയുള്ള ഒരാളല്ലേ, നമുക്ക് ഇതൊക്കെ അറിയല്ലോ, ഏതൊന്ന് സബൂറാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഷുഐബ് നബിയോട് ജനങ്ങൾ വിളിച്ചു പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി, യാ ഖൗമി അറഅയ്തും ഇൻ കുൻതു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി. എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്താ ചിന്തിച്ചു നോക്കാൻ പറഞ്ഞത്? ഞാൻ എന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെയാണ് അവലംബിച്ചിട്ടുള്ളത്. ഇൻ കുൻതു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി. ഞാനിത് പറയുന്നത് എന്റെ റബ്ബ് എനിക്ക് നൽകിയ വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു കാര്യങ്ങൾ സംസാരിക്കുന്നത്. എനിക്ക് നല്ല ഒരു ഉപജീവന മാർഗം അള്ളാഹ് തന്നിട്ടുണ്ട്. നിങ്ങൾ ആരെ കൈമടക്കി കിട്ടിയിട്ടും നിങ്ങൾ ആരെ സപ്പോർട്ട് കിട്ടിയിട്ടും വേണ്ട, എനിക്ക് നല്ലൊരു ജോലി ഉണ്ട് അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടിയിട്ട്. എനിക്ക് അള്ളാഹു നല്ല ഉപജീവന മാർഗം തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും എനിക്ക് എന്തെങ്കിലും കിട്ടാനാണ് നിങ്ങൾ ആരും വിചാരിക്കേണ്ട. നിങ്ങളെ പരലോകത്തേക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യം പറഞ്ഞത്. എനിക്കിപ്പോ നിങ്ങൾ ആരും തരുന്ന കാര്യങ്ങൾ നിങ്ങൾ ആരും തന്നിട്ട് ചെയ്ത് മുടങ്ങിയാലും എനിക്ക് ജീവിച്ചു പോകാനുള്ള മാർഗമൊക്കെ അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. ഇതാരെ വാക്കാ? ഷുഐബ് നബിന്റെ വാക്കാ. ഷുഐബ് പറയാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കച്ചവടത്തിൽ ഇങ്ങനെ മാന്യത പാലിക്കണം എന്നൊക്കെ പറഞ്ഞത് എനിക്ക് എന്തെങ്കിലും കിട്ടാനാണെന്ന് കരുതാണ്. ഞാൻ നേരെ പറഞ്ഞത് എന്താണ്? ഞാനൊരു ഓഫീസറൊന്നും അല്ലാതെ പറഞ്ഞല്ലോ, നിങ്ങളെ മേലെ ഹഫീസ് അല്ലാതെ പറഞ്ഞല്ലോ. നമ്മളെന്താ നമ്മളത് ചെയ്യുന്നത്? ഓഫീസർമാർക്ക് കൈക്കൂലി കൊടുക്കും, പിന്നെ ഇങ്ങനത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് അവരെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറച്ചു വെക്കണമെങ്കിൽ നിങ്ങൾ 1 ലക്ഷം രൂപ അടക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 50,000 തരാൻ പറഞ്ഞാൽ 50,000 രൂപ അയാൾ വാങ്ങിയിട്ട് 50,000 അവർക്ക് വെട്ടിക്കാനുള്ള തട്ടിപ്പടുത്താനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. ഇതൊക്കെയാണ് നടക്കുന്നത്. ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ അള്ളാഹു വ്യക്തമായിട്ട് ഖുർആനിൽ കാര്യങ്ങൾ പറഞ്ഞുതരാണ്. ഷുഐബ് നബിയുടെ ഈ സംഭവം പറഞ്ഞിട്ട് ഏതോ ഒരു കാലത്ത് നടന്നുപോയ ഒരു കച്ചവട സമൂഹത്തെ കുറിച്ച് അള്ളാഹു നമുക്ക് എന്തിനു പറഞ്ഞു തരണം? എന്തിനാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത്? നമുക്ക് ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ കച്ചവടക്കാർക്കും ഇത് ബാധകമാണ് എന്നതുകൊണ്ട് തന്നെയാണ്. ഇനി നിങ്ങളോടൊരു കാര്യം വിരോധിച്ചിട്ട് ഞാനത് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്ങനെ? ഞാനൊരു കാര്യം നിങ്ങളോട് ചെയ്യരുത് പറഞ്ഞാണ്ട് ഷുഐബ് നബി കച്ചവടക്കാരനാണ്, ഷുഐബ് നബിയും കച്ചവടക്കാരാണ്. അപ്പൊ ആ ഷുഐബ് നബി പറയും, ഞാന് നിങ്ങളോട് ഇതൊക്കെ ചെയ്യരുത് പറഞ്ഞാണ്ട് നിങ്ങൾ എന്റെ കച്ചവടം നോക്കി, നിങ്ങൾ നോക്കിക്കോളി, നിങ്ങളോട് ചെയ്യരുത് പറഞ്ഞാണ്ട് ഒരിക്കലും ഞാനിത് ചെയ്യൂല. അപ്പൊ ജനങ്ങളോടൊന്ന് കൽപ്പിക്കുക, എന്നിട്ട് അത് ചെയ്യാതിരിക്കുക, അങ്ങനത്തെ സംഗതി ഇല്ല. മറിച്ച് എന്റെ ഉദ്ദേശം എന്താണ്? ഈ യുരീദ് ഇല്ല ഇസ്ലാഹ മസ്തതഅത്, എന്നെ കൊണ്ടാകും വിധം നിങ്ങളെ നന്നാക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. എന്നെ കൊണ്ടാകും വിധം നിങ്ങളെ കച്ചവടം, നിങ്ങളെ വരുമാന മാർഗങ്ങളൊക്കെ നന്നാക്കുക എന്നതാണ് എന്റെ ഉദ്ദേശം. അമാ തൗഫീഖി ഇല്ലാ ബില്ലാ, അല്ലാഹുവിന്റെ തൗഫീഖോട് കൂടിയല്ലാതെ. അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്, അവനിലേക്ക് ഞാനിതാ തിരിച്ചു മടങ്ങുകയും അവനിൽ ബലമേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു.
വീണ്ടും പറയാണ്, അതൊക്കെ ഒരു സമൂഹത്തിന്റെ പ്രതികരണത്തിനോട് മറുപടിയാണ്. നമ്മളൊരു ഒരു കാര്യം ഒരു സമൂഹത്തോട് പറയുമ്പോൾ ആളുകളെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ, ആ ചിന്തകൾ ചിലപ്പം ഒരു പ്രതികരണങ്ങളായിട്ട് മറുപടികളായിട്ടൊക്കെ വരും. അതിനൊക്കെ ഉള്ള തിരിച്ചുള്ള പ്രതികരണമാണെന്ന് പറയാ ഈ ജനങ്ങളെ, എന്റെ ജനത, നിങ്ങൾ ഒരിക്കലും എന്നോടുള്ള നിങ്ങളുടെ ഒരു മാത്സര്യം നിങ്ങൾക്ക് തെറ്റ് ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. എന്നോടുള്ള മാത്സര്യം നിങ്ങൾക്ക് ഒരിക്കലും തന്നെ ഒരു തെറ്റ് ചെയ്യാൻ അത് ഇടവരുത്താതിരിക്കട്ടെ, അനീതി ചെയ്യാൻ ഇടവരുത്. എന്ന് പറഞ്ഞാല് സ്വാഭാവികമായിട്ടും കച്ചവടക്കാർക്കിടയിൽ ഭയങ്കര മത്സരം ഉണ്ടാവും. ഒന്നത്. രണ്ടാമത്തെ ഇവിടെ ഷുഹൈബിന്റെ ആര് കൂടിയാണ്? ഒരു പ്രവാചകൻ കൂടിയാണ്. അപ്പൊ ആ പ്രവാചകൻ മോനാരപ്പോ പറയാൻ എന്തൊക്കെ ചിന്ത വലിയ ആൾക്കാർക്ക് അതൊക്കെ വരാൻ പോകുന്നത്, ആ മറുപടി വരാൻ പോകുന്നത്, എന്താണ് ആ ഉദ്ദേശം എന്നുള്ളത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് അനീതി കാണിക്കുന്നത് പ്രേരകമാകാൻ പാടില്ല. നൂഹിന്റെ ജനതക്കോ ഹൂദിന്റെ ജനതക്കോ സ്വാലിഹിന്റെ ജനതക്കോ ബാധിച്ചതുപോലെയുള്ള ശിക്ഷ നിങ്ങൾക്ക് ബാധിക്കുവാൻ, അത് ബാധിച്ചു പോകും നിങ്ങൾക്ക്. അങ്ങനെ ബാധിക്കുന്നത് എന്നോടുള്ള ഈ മാത്സര്യം ഒരിക്കലും കാരണമാകരുത്. മനസ്സിലായില്ല? അവരൊക്കെ അള്ളാഹു നശിപ്പിച്ചു, അതുപോലെ നിങ്ങളെ നശിപ്പിക്കും. അതുകൊണ്ട് നിങ്ങളെ ഞാനീ പറഞ്ഞ കാര്യം അംഗീകരിക്കാതെ നിങ്ങളെ ഒരു മത്സര ബുദ്ധിയോട് കൂടിയിട്ട് ഒരു വെറുപ്പോട് കൂടിയിട്ട് നിങ്ങൾ ഇത് എടുക്കേണ്ട. തെറ്റ് വന്നുപോയി. കച്ചവടത്തിൽ ഭയങ്കരമായ പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. ചില കാര്യങ്ങളൊക്കെ ഈ അള്ളാഹു നശിപ്പിച്ച സമൂഹത്തിന്റെ നശിപ്പിച്ച തിന്മകൾക്കൊക്കെയുള്ള കാരണം എന്താണെന്നറിയാം? ഒരു സമൂഹത്തിന്റെ ബാലൻസ് തെറ്റുന്ന കാര്യങ്ങളാണ്. ഒരു ഉത്തരവിന്റെ സമൂഹം സ്വവർഗരതി എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിന്റെ ബാലൻസ് പോകും, ഒരു കുടുംബ സംവിധാനം തകരും. ആ ബാലൻസ് തെറ്റി അതൊക്കെ നശിപ്പിച്ചു. കച്ചവടം മാർക്കറ്റിൽ തട്ടിപ്പ് പെട്ടിട്ട് വ്യാപകമായാൽ ഒരു സമൂഹത്തിന്റെ സന്തുലനാവസ്ഥ നഷ്ടപ്പെടും. അങ്ങനെ വിഷയങ്ങളിലാണ് അള്ളാഹുവിന്റെ സമൂഹത്തെ നശിപ്പിക്കുക. അപ്പൊ ഇവിടെ അതാ പറഞ്ഞത്, അത് റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാം, അവരേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങാം. ഇനി നിങ്ങൾ കുറെ ഇങ്ങനൊക്കെ ചെയ്തു വിചാരിച്ച് നിങ്ങൾ വിഷമിക്കണ്ട. എന്റെ റബ്ബ് റഹീമും വദൂദുമാണ്, കരുണയുള്ളവർ അങ്ങേന്റെ സ്നേഹമുള്ളവരാണ്. അതുകൊണ്ട് ഇതുവരെ ചെയ്തതൊക്കെ നിങ്ങൾ എന്താണ്? അള്ളാഹുവിനെ ഏറ്റു പറയുക, തൗബ ചെയ്യുക, ഖേദിച്ചു മടങ്ങുക. റബ്ബ് ഏറെ സ്നേഹമുള്ളവരും ഏറെ പൊറുക്കുന്നവരുമാണ്. അപ്പൊ കച്ചവടത്തിൽ കുറച്ചൊക്കെ ഇതുവരെയുള്ള കച്ചവടത്തിലൊക്കെ നമ്മളൊക്കെ കച്ചവടത്തിലൊക്കെ എന്തെങ്കിലും തകരാറുകളൊക്കെ പറ്റി പോയിട്ടുണ്ട്. ശരി, എങ്കിൽ അത്രമാത്രം ഒന്നും കാര്യങ്ങൾ അറിയില്ലായിരുന്നു, ചിന്തിച്ചിട്ടില്ലായിരുന്നു, അങ്ങനെ ഒന്നും പോയിട്ടുണ്ട്. എങ്കിൽ ഇത് ചെയ്യേണ്ടത് എന്താണ്? ഇസ്തിഗ്ഫാർ ചെയ്യുക, തൗബ ചെയ്യുക, ഖേദിച്ചു മടങ്ങുക. അവരുടെ മറുപടി നോക്കി, യാ ശുഐബ് മാ നഫ്ഖഹു കസീറൻ മിമ്മാ തഖൂൽ, നീ പറയുന്നത് അധികവും ഞങ്ങൾക്ക് വല്ലാതെ മനസ്സിലാകില്ല. അങ്ങനെ ചില കാര്യങ്ങളൊന്നും ചില ആൾക്കാർക്ക് എന്താവില്ല, മനസ്സിലാവില്ല. മാ നഫ്ഖഹു കസീറൻ മിമ്മാ തഖൂൽ, നീ ഈ പറയുന്ന കാര്യങ്ങളിൽ പലതും ഞങ്ങൾക്ക് തരികി തീർന്നില്ല, ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതങ്ങനെയാണ്. ഒരു ഹുതുബ നമ്മൾ കേൾക്കുമ്പോൾ എന്താണ്, ആ ഹുതുബയിലെ ഈ ഹത്തീബ് എന്തെങ്കിലും പറയുമ്പോൾ അതിപ്പോ നമ്മക്ക് എന്തെങ്കിലും നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കത് മനസ്സിലാക്കാത്തമായി അത് വേറെ ആരൊരാളെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കാം. അങ്ങനെ ഈ മറുപടി തന്നെയാണ് അവര് പറഞ്ഞത്. ഈ വലിയ വർത്താനം എന്ന് പറയണ്ട, നിന്നെ ഞങ്ങളെ കൂട്ടത്തിൽ ലൈഫായിട്ടാണ് കാണുന്നത്. ഞങ്ങളോട് പറയാൻ മാത്രമൊന്നും, ഞങ്ങൾ വലിയ ബിസിനസ് പ്രമുഖന്മാരാണ്, കച്ചവടത്തിലെ ഭയങ്കര തലതപ്പന്മാരാണ്. അതുകൊണ്ട് ഞങ്ങളോട് പറയാൻ മാത്രമൊന്നുള്ള ആളിറ്റായിട്ടില്ല. നിന്നെ ഞങ്ങൾ കാണുന്ന ലൈഫായി ദുർബലനായിട്ടാണ് കാണുന്നത്. നിന്റെ കുടുംബക്കാരില്ലായിരുന്നെങ്കിൽ നിന്നെ ഞങ്ങള് ഇവിടുന്ന് എറിഞ്ഞി ഓടിക്കുമായിരുന്നു, എറിഞ്ഞി കൊല്ലുമായിരുന്നു. എങ്ങനെ എന്ന് പറഞ്ഞാല് നിന്റെ കുടുംബക്കാർ കുറച്ച് നല്ല നിങ്ങളുടെ വാപ്പാരായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ വലിയ കച്ചവടക്കാരാണ് അവരുടെ. ആ കച്ചവട കുടുംബത്തിലെ ഒരു ദുർബലനാണ് ശുഐബ് നബി. അതുകൊണ്ട് നിന്റെ കുടുംബക്കാര് അവരൊക്കെ ഞങ്ങളുടെ വാപ്പാരായിട്ടുള്ള കമ്പനിക്കാരും ബന്ധക്കാരും ഒക്കെയാണ്. അവരില്ലായിരുന്നുവെങ്കിൽ നിന്നെ ഞങ്ങൾ എറിഞ്ഞു കൊല്ലും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നീ ഒരു പ്രതാപവാനൊന്നുമല്ല, നിനക്കത്ര ഇസ്സത്തൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നീ അത്ര ഒരു പ്രതാപിയായ ആളൊന്നുമല്ല. ഞങ്ങളോട് കൽപ്പിക്കാൻ മാത്രം ഒന്നും എന്തായിട്ടില്ല, ഈ ആയിട്ടില്ല. ഇത് ചെറിയ കച്ചവടക്കാരനാണ്. പിന്നെ ഞങ്ങളാണ് നേരത്തെ കൈവെക്കാത്തത് എന്തുകൊണ്ട്? നിന്നെ എറിഞ്ഞു കൊല്ലാത്തത് നിന്റെ വാപ്പാരായിട്ടുള്ള വലിയ വലിയ ആൾക്കാർ കുടുംബക്കാരുണ്ടല്ല, അവരെ കൂട്ടത്തിലാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി, യാ ഖൗമി അറഹ്തി 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 അഇസ്സു അലൈക്കും മിനല്ലാഹ്.
എന്റെ കുടുംബ ബന്ധം, എന്റെ കുടുംബങ്ങളാണോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനേക്കാൾ പ്രതാപമുള്ളവർ? ഏറ്റവും വലിയ പ്രതാപി ആരാണ്? അള്ളാഹ്. ഞാൻ അള്ളാഹ് പറഞ്ഞ കാര്യം പറഞ്ഞു. പിന്നെ അള്ളാഹിനേക്കാൾ പ്രതാപം ആർക്കില്ല? എന്റെ വാഹുവാന്മാരായ എന്റെ കുടുംബക്കാർക്ക് ആർക്കില്ല. അവരൊന്നും എന്റെ പ്രതാപികള്. അള്ളാഹിനേക്കാൾ പ്രതാപം ഒരുക്കൊന്നുമില്ല. ഞാൻ അള്ളാഹ് പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. നല്ല മറുപടിയാണ്. നിങ്ങളെ പിന്നിലേക്ക് അള്ളാഹുവിനെ നിങ്ങൾ പുറന്തള്ളുകയാണോ? അള്ളാഹിന്റെ കൽപ്പന നിങ്ങളെ പിന്നിലേക്ക് വലിച്ചെറിയാണോ? നിങ്ങൾ അള്ളാഹിനെ പുറന്തള്ളുകയാണോ? ഇന്ന റബ്ബി ബിമാ തഅമലൂന മുഹീത്. തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നത് സൂക്ഷ്മമായി അറിയുന്നവനാണ്. അതിലൊക്കെ ഉണ്ടായത് ഞങ്ങൾ വായിക്കാൻ പോണ ആയത്തിലേക്ക് അവരെ വായിച്ചേക്കാം. ഇത്രയും വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു. അവരുടെ സംശയങ്ങൾക്ക്, അവരുടെ മനസ്സിലുള്ള അവസ്ഥകൾക്കൊക്കെ വ്യക്തമായ മറുപടി പറഞ്ഞു. എന്നിട്ട് ഷുഹൈബിനെ പറഞ്ഞാണ് ആർക്കാണ് അപമാനകരമായ ശിക്ഷ വന്നെത്തുന്നത് എന്ന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാകും. കളവ് പറയുന്നവൻ ആരാണ് എന്നും പിന്നീട് മനസ്സിലാകും. ഇതൊക്കെ നമ്മൾ സൂറത്ത് സുമറിലെ നമ്മൾ വായിക്കുന്ന ആയത്തിന്റെ വിശദീകരണമാണ്. ഇതൊക്കെ മുന്നിൽ വെച്ചിട്ടാണ് ഖുർആനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. നമ്മുടെ ഹൃദയം തുറക്കുന്നു. നമ്മളെ എന്താ അതൊക്കെ നമ്മൾ പഠിക്കണം. അപ്പൊ ആരാണ് കള്ളക്കച്ചവടം ചെയ്യുന്നത്? മോഹൻ കാദിബുൻ. കച്ചവടത്തിന്റെ കാര്യത്തിൽ കള്ളൻ ആരാണ്, പറ്റിക്കുന്നവൻ ആരാണ് എന്നും അപമാനകരമായ ശിക്ഷ ആർക്കാണ് വന്നെത്തുക എന്നും പിന്നീട് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഫർത്തഖിബൂ, നിങ്ങൾ കാത്തിരിക്കുക. ഇനി മാക്കും റഖീബ്, ഞാൻ നിങ്ങളെ കൂടെ കാത്തിരിക്കാം എന്ന് പറഞ്ഞാൽ അവർ നന്നായിട്ടില്ല. ഈ പറഞ്ഞു കൊടുത്തിട്ടൊന്നും കച്ചവടക്കാർ നന്നായില്ല. അപ്പൊ അവസാനം പറയാണ്, നിങ്ങൾക്ക് പറഞ്ഞതൊന്നും തലയിൽ കയറിയില്ലെങ്കിൽ നിങ്ങളുടെ നിലപാട് സ്വീകരിക്കാം, ഞാൻ എന്റെ നിലപാടും സ്വീകരിക്കാം, ശിക്ഷ നിങ്ങൾ കാത്തിരിക്കാം, ഞാൻ കാത്തിരിക്കാം. ഷുഹൈബ് പറഞ്ഞു. فلما جاء أمرنا نجينا شعيبا والذين آمنوا معه برحمة منا. അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോൾ ഷുഹൈബിനെയും അദ്ദേഹത്തെ വിശ്വസിച്ചവരെയും നാം രക്ഷപ്പെടുത്തി നമ്മുടെ കാരുണ്യം കൊണ്ട്. ഒരു ഘോര ശബ്ദം അവരെ പിടികൂടി. അവരവരുടെ പാർപ്പിടങ്ങളിൽ, വീടുകളിൽ കമഴ്ന്ന് കിടക്കുകയായിരുന്നു. അവിടെ അവർ താമസിച്ചിട്ടില്ലാത്തതുപോലെ. അത് ശിക്ഷ കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ അവിടെ ഒരു കച്ചവടമൊക്കെ ഉണ്ടായിരുന്നോ, ഇവിടെ ഒരു സൂഖൊക്കെ ഉണ്ടായിരുന്നോ, ഇവിടെ ഒരു അങ്ങാടിയൊക്കെ ഉണ്ടായിരുന്നോ എന്ന് സംശയിക്കുന്ന രൂപത്തിൽ അള്ളാഹുവിനെ എന്താക്കി? ആ നാടിനെ അങ്ങോട്ട് നശിപ്പിച്ച് കളഞ്ഞു. ഒറ്റ ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. ആ ശബ്ദത്തോടു കൂടി ആകെ നശിപ്പിച്ച് കളഞ്ഞു. അങ്ങനെ അവരെല്ലാവരും ഇങ്ങനെ കമഴ്ന്ന് കിടക്കുന്നവർ, കമഴ്ന്ന് കിടക്കുന്ന രൂപത്തിൽ. ഒരു അപമാനത്തിന്റെ ഒരു അടയാളമാണ്. എന്നിട്ട് അവിടെ പിന്നീട് വരുന്ന ഒരാൾക്ക് അങ്ങനത്തെ ഒരു അടയാളം പോലും, ഒരു അങ്ങാടിയായിരുന്നു എന്നുള്ള ഇത് മനസ്സിലാക്കാൻ പറ്റിയ അടയാളം പോലും ബാക്കി വെക്കാതെ അള്ളാഹുവിനെ അവർ നശിപ്പിച്ച് കളഞ്ഞു എന്ന്. തീർന്നിട്ടില്ല. ഇതുപോലെ ഒരു സംഭവം കൂടി ഇനി നമുക്ക് പഠിക്കാനുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാൻ ഇതേ സുഖത്തിൽ തന്നെയാണ്. ഈ ആയത്തിന്റെ വിശദീകരണമാണ് നമ്മൾ പഠിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ചത് പ്രകാരം അമൽ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് നമ്മൾ തെറ്റുകുറ്റി മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളിലും സഹകരിക്കാനുള്ള നല്ല മനസ്സ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കച്ചവടങ്ങളിലും നമ്മുടെ മനുഷ്യത്തിന്റെ മാർഗങ്ങളിലും എല്ലാം നിയമത്തും വർദ്ധത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തേടി വരുന്ന നന്മയുടെ മാർഗത്തിലേക്ക്, നമ്മുടെ കച്ചവടത്തിൽ നിന്ന്, നമുക്ക് അല്ലാഹു നൽകുന്ന മനുഷ്യത്തിന്റെ മാർഗങ്ങളിൽ നിന്ന്, ലാഭങ്ങളിൽ നിന്ന് നമ്മളെ തേടി വരുന്ന ആളുകൾക്ക്, നമ്മൾ അത്തരം ആളുകൾക്കൊക്കെ സ്ഥാപനങ്ങളൊക്കെ നമ്മളെ കൈയയക്കുന്നവരൊക്കെ നമ്മൾ സഹായിക്കണം. അതിനൊക്കെ അള്ളാഹുവിൽ നമുക്ക് ബാക്കി കിട്ടുന്നത് അത് മാത്രമായിരിക്കുന്നു മനസ്സിലാക്കുക. ബാക്കിയുള്ളവർക്ക് ഇവിടെ ഇങ്ങനെ പ്രേരങ്ങളിലൂടെ കടന്നു പോകും എന്ന് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കൾ അള്ളാഹു സ്വാലിഹായ മക്കളാക്കണം. നമ്മുടെ കുടുംബത്തിലുള്ള മനസ്സമാധാനം പ്രദാനം ചെയ്യണം. കടബാധ്യതകൾ എത്രയും പെട്ടെന്ന് തീർക്കാൻ അള്ളാഹു സഹായിക്കുമാറാവട്ടെ. നമ്മുടെ ഇടപാടുകളിൽ കച്ചവടത്തിൽ
ആവശ്യം മാർഗത്തിൽ അള്ളാഹു ഞമ്മത്തും വർക്കത്തും ചെയ്യണം. അള്ളാഹുവിന്റെ കലാം പഠിക്കാറുടെ ഈ ഒരു നല്ല മനസ്സ് മരണം വരെ അള്ളാഹു നേരത്തിൽ മാറട്ടെ. أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. ഇനി 3 ക്ലാസ് ബാക്കിയുണ്ട്. ആ 3 ക്ലാസ്സുകളിലും പങ്കെടുക്കാൻ വേണ്ടി എല്ലാവരും